നമസ്കാരം. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനുഷ്യ ശരീരത്തിൻ്റെ സെക്കൻഡ് ബ്രെയിൻ എന്നറിയപ്പെടുന്ന കുടലിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്ന് എന്നോടൊപ്പമുള്ളത് ഡോക്ടർ സെമിയ നിസാർ, ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. അതോടൊപ്പം തന്നെ ഡോക്ടർ ശ്രേയ എസ് മാധവൻ, സീനിയർ കൺസൾട്ടൻറ്റ്, ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. നമസ്കാരം ഡോക്ടേഴ്സ്. അല്ല ഡോക്ടറെ, എന്താണ് സെക്കൻഡ് ബ്രെയിൻ എന്ന് കുടലിനെ വിശേഷിപ്പിക്കാനുള്ള കാരണം? നമ്മുടെ ബ്രെയിനും അതുപോലെ തന്നെ കുടലും തമ്മിൽ ഒരു നെർവ് വഴി കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ബ്രെയിനിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ കുടലിനെ ബാധിക്കാറുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ആൻസൈറ്റി പോലെയുള്ള ബുദ്ധിമുട്ടുകൾ, ഡിപ്രഷന്, സ്ട്രെസ്സൊക്കെ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ അത് പെട്ടെന്ന് ഗട്ടിനെ ബാധിക്കും, നമ്മൾ കുടലിനെ ബാധിക്കും. അപ്പോൾ ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഡോക്ടറെ വയറിനൊരു സുഖമല്ല, വയറ് സുഖമില്ലെങ്കിൽ മനസ്സിന് തന്നെ ഒരു സുഖമില്ല, ഒരു ഉന്മേഷം കിട്ടുന്നില്ല എന്നുള്ളത് പറയാറുണ്ട്. അപ്പോൾ അതിനൊരു കാരണം ഇതാണ്, നമ്മുടെ ബ്രെയിനിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ, ഈ ആൻസൈറ്റി പോലെയുള്ള ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ അത് നമ്മൾ കുടലിനെയും കൂടെ ബാധിക്കാം. തിരിച്ചു സംഭവിക്കാം, നമ്മൾ കുടലിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ, അതായത് ഇപ്പോൾ ചീത്ത ബാക്ടീരിയ ഒക്കെ കൂടുതലാവാം, അതല്ലെങ്കിൽ നമ്മുടെ ദഹന പ്രശ്നങ്ങളൊക്കെ വരിക, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അത് നമുക്ക് ആൻസൈറ്റി പോലെയുള്ള ബുദ്ധിമുട്ടിലേക്കൊക്കെ നയിക്കാറുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇതിൽ സെറോട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണുകൾ ഒരു 90% നമ്മൾ കുടലിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ കുടലിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ, ചീത്ത ബാക്ടീരിയ കൂടുതലാവുക, എന്തെങ്കിലും ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ ഈ ഹോർമോണിലും ഇംബാലൻസ് വരും. അപ്പോൾ ഇംബാലൻസ് വരുമ്പോൾ അത് നമുക്ക് മൂഡ് സ്വിങ്ങിങ്സ് പോലെയുള്ള ബുദ്ധിമുട്ട് വരാം, അതുപോലെ ആൻസൈറ്റി പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അത് തമ്മിൽ കണക്റ്റഡ് ആയതുകൊണ്ടാണ് അത് സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ദഹന പ്രക്രിയയും കുടലിൻ്റെ ആരോഗ്യവും തമ്മിൽ പരസ്പരം റിലേറ്റഡ് ആണല്ലോ. അപ്പോൾ ദഹനം ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഇപ്പോൾ നമുക്ക് ദഹനപരമായിട്ട് നമുക്ക് ഒരുപാട് ലക്ഷണങ്ങൾ നമുക്ക് ബോഡിയിൽ കാണിച്ചു തരാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് നമുക്ക് വയറിലുണ്ടാകുന്ന പല സിംറ്റംസും നമുക്ക് വായിൽ ലക്ഷണങ്ങളായിട്ട്, നാക്കിൽ ലക്ഷണങ്ങളായിട്ട് കാണിക്കാറുണ്ട്. എക്സാമ്പിളായിട്ട് വായപ്പുണ്ണ്. ഇപ്പോൾ നമുക്ക് വയറിൽ അൾസറോ കാര്യങ്ങളോ ഉണ്ടാകുന്ന സമയത്തോ, അല്ലെങ്കിൽ നമ്മുടെ ഗട്ടിലുണ്ടാകുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ട് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഒക്കെ വരുന്ന സമയത്തൊക്കെ നമുക്ക് വായപ്പുണ്ണ് ഒരു ലക്ഷണമായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് നാക്കിനുണ്ടാകുന്ന ഒരു മഞ്ഞ കളർ അല്ലെങ്കിൽ മഞ്ഞ കോട്ടിങ്. ഇത് പലപ്പോഴും ഈ ആസിഡ് റിഫ്ലക്സ്, വയറിൽ പുളിച്ച് തേട്ടിയിട്ട് ആസിഡ് കയറി വരുന്നതിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ലിവറിൽ ഉണ്ടാകുന്ന കംപ്ലയിൻസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഇത്തരത്തിൽ മഞ്ഞ കളർ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നാവിനെ നമ്മൾ വയറിൻ്റെ കണ്ണാടി എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത്. ഒരു കാരണം അതുകൊണ്ടാണ്. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് ഒരു 6 to 8 hours കണ്ടിന്യൂസ് ആയിട്ട് സ്ലീപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ദഹനം പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ശോധനയുടെ കാര്യമാണ്. ശോധന രാവിലെ ഇപ്പോൾ എഴുന്നേറ്റിട്ട് നമുക്ക് മോഷൻ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഡെയിലി കറക്റ്റായിട്ടുള്ള ഒരു സമയത്ത് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വയറ് ഓക്കെയാണ് അല്ലെങ്കിൽ ദഹനം ഓക്കെ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ ഭക്ഷണം കഴിച്ച ഉടനെ ഉണ്ടാകുന്ന വയറ് വീർത്തിരിക്കുന്ന പോലുള്ളൊരു തോന്നലുണ്ടെന്ന്, അതല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ പേഷ്യൻസ് പറയാറുണ്ട് എരിച്ചിൽ ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഡിസ്കംഫേർട്ട്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഡിസ്കംഫേർട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും ഇത് ദഹനം പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്ന് നമുക്ക് ശരീരം തെളിയിക്കുന്ന അല്ലെങ്കിൽ കാണിച്ചു തരുന്ന ലക്ഷണങ്ങളിൽ ഒന്നാണ്. ഇത്രയാണ് ജനറലായിട്ട് നമുക്ക് ദഹനം പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശപ്പ്. ഒരു സമയത്ത് ചില പേഷ്യൻസ് പറയുന്നത് കേൾക്കാറുണ്ട്, എനിക്ക് വിശപ്പില്ല ഡോക്ടറെ, എന്താ ചെയ്യുക? അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞൊരു 1 മണിയോടടുപ്പിച്ച് എന്തായാലും നമുക്ക് വിശപ്പ് വരേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. ചിലർ പറയും അപ്പോഴൊന്നും വിശപ്പില്ല, ഒരു 3 മണി 4 മണിയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ഞാനെടുത്ത് കഴിക്കും, വിശക്കുന്നൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് പേഷ്യൻസ് പറയാറുള്ളത്. ഇതും ദഹനം കറക്റ്റായിട്ട് നടക്കുന്നില്ല എന്നത് നമുക്ക് ശരീരം കാണിച്ചു തരുന്ന ഒരു സിംറ്റമാണ്. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദഹനം പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഈ ദഹനത്തിൻ്റെ ബുദ്ധിമുട്ട് പോലെ തന്നെ ഒരുപാട് ആളുകൾ പ്രയാസം ഉണ്ടാക്കുന്ന ഒന്നാണ് ഗ്യാസ്. പണ്ട് കാലത്ത് ഒരുപാട് പ്രായമായ ആളുകളിലാണ് പ്രയാസം ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ചെറുപ്പക്കാരിൽ കൂടെ ഇത് കൂടുതലായിട്ട് കാണുന്നുണ്ട്. എന്തൊക്കെയാണ് അതിന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ?
അതെ, ദിവ്യ പറഞ്ഞത് കറക്റ്റാണ്. കാരണം പണ്ടൊക്കെ പ്രായമുള്ള ആളുകൾ ഗ്യാസിൻ്റെ ഇഷ്യൂസാണ് എപ്പോഴും പരാതി പറയലുണ്ട്. പക്ഷെ ഇന്ന് ചെറുപ്പക്കാരിലാണ് ഏറ്റവും കൂടുതൽ ഇത് കണ്ടുവരുന്നത്. അപ്പോൾ ചെറുപ്പക്കാരിൽ ഇത് കണ്ടുവരാനുള്ളൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ ഭക്ഷണശീലം തന്നെയാണ്. കാരണം കറക്റ്റ് ടൈമിന് ഭക്ഷണം കഴിക്കാത്ത പ്രശ്നം ഇന്ന് എല്ലാവരിലും കാണുന്നുണ്ട്. കൃത്യസമയത്ത് അവരുടെ ജോലി തിരക്ക് കാരണമാവാം, അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന ഒരു തിരക്ക് കാരണമൊക്കെ രാവിലത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ഉച്ചഭക്ഷണം സ്കിപ്പ് ചെയ്യുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ രാത്രി ഭക്ഷണം ഒഴിവാക്കും. ഇങ്ങനെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈമിൽ നമ്മൾ ഭക്ഷണം ഒഴിവാക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്പക്കാരിൽ ഇന്ന് ഒരുപാട് പേരിൽ ഈ ഒരു ഇഷ്യൂസ് കാണിക്കുന്നത് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. നമ്മൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ആ ടൈമിൽ നമ്മുടെ വയറിൽ ആസിഡ് വന്ന് നിറയും. ഈ ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ വയറിലുള്ള ഫുഡ് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഈ ആസിഡ് നമ്മുടെ വയറിൽ നീർക്കെട്ടുണ്ടാക്കും, പിന്നീട് അത് പുണ്ണാവും, അൾസറാവും, അങ്ങനെയുള്ള സ്റ്റേജിലേക്കൊക്കെ എത്തും. അപ്പോൾ ചെറുപ്പക്കാരിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഇത് വരാനുള്ളൊരു കാരണം അവർ കൃത്യസമയത്ത് കഴിക്കില്ല എന്നുള്ളതാണ്. അതേപോലെ മറ്റൊന്ന്, അവരുടെ ഭക്ഷണം പുറത്തുനിന്നുള്ള ഫുഡ് കൂടുതൽ കഴിക്കുന്ന ആളുകളുണ്ടാവാം. ഈ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടൊക്കെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളൊക്കെ കൂടുതലും പുറത്തുനിന്നായിരിക്കും ഫുഡ് കഴിക്കുന്നുണ്ടാവുക. അപ്പോൾ പുറത്തുനിന്ന് ഇതുപോലെ ഭക്ഷണം കഴിക്കുന്ന ആളുകളിലും ഗ്യാസ്ട്രൈറ്റിസ്, അതായത് ആമാശയത്തിൽ വീക്കം, നീർക്കെട്ടൊക്കെ വരാനുള്ള കാരണമാകാറുണ്ട്. ഇങ്ങനെ വരുമ്പോഴും ഗ്യാസിൻ്റെ ഇഷ്യൂസ് വരാം. അതുപോലെ തന്നെ ചെറുപ്പക്കാരിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് സ്ട്രെസ്സ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകളിൽ ഉണ്ടാകുന്നതാണ് സ്ട്രെസ്സ്, ടെൻഷന്, വർക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ മറ്റ് പല പ്രശ്നങ്ങൾ കൊണ്ട് വരുന്ന ടെൻഷൻ കാരണം കുടലിൽ പ്രശ്നങ്ങൾ വരാറുണ്ട്. അതും ഗ്യാസിലേക്ക് നയിക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് പേര് നമ്മൾ പേഷ്യൻസ് ഒ പിയിൽ വന്നിട്ട് പറയുന്ന ഒരു ബുദ്ധിമുട്ടാണിത്. ഡോക്ടർ, ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടാണ്, വയറ് വീർക്കുകയാണ്, വയറ് എരിച്ചിലാണ്, ഫുഡൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ചില ആളുകൾ ഈ ബുദ്ധിമുട്ട് കൂടുതൽ കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ വൈകിയാണ് ഇന്ന് പലരും ഉറങ്ങുന്നത്. ഇത് ദഹനത്തെ അതേപോലെ ഗ്യാസിനെ ബാധിക്കുന്നുണ്ടോ? അപ്പോൾ ലേറ്റായിട്ട് ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗട്ടിലുള്ള ഈ ചീത്ത ബാക്ടീരിയൽ ഇംബാലൻസ് വരും. അതുപോലെ തന്നെ നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കിനെ മൊത്തത്തിൽ മാറും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് പലതരത്തിലുള്ള ഗ്യാസിൻ്റെ ഇഷ്യൂസും ബുദ്ധിമുട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ കുടലിൽ പ്രശ്നമുള്ള ആളുകളോട് പറയാറുണ്ട്, ഉറക്കം കറക്റ്റ് ടൈമിൽ ഉറങ്ങണം എന്നുള്ളത്. മിനിമം ഒരു 6 മുതൽ 8 മണിക്കൂർ ഉറങ്ങണമെന്ന് പറയുന്നത്. അപ്പോൾ കുടലിൽ പ്രശ്നമുള്ള ആളുകൾ ഈ കാര്യം കൂടെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഇന്ന് ഓരോ മുക്കിലും മൂലയിലും ചായക്കടകളും ഫുഡ് സ്റ്റോറുകളുമാണ്. അതേപോലെ തന്നെ ഇന്ന് ഹോസ്പിറ്റലുകൾ വർദ്ധിച്ചു വരികയാണ്. ഈ ചായപ്രേമം നമ്മുടെ കുടലിനെ അല്ലെങ്കിൽ ദഹനത്തെ, ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ടോ? ഓക്കെ, തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട്. നമുക്ക് ഈ ചായയുടെ അതുപോലെ തന്നെ കാപ്പിയുടെ ഒക്കെ കൂടുതലായിട്ടുള്ള ഇൻടേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വയറിലുള്ള ബാക്ടീരിയൽ കൾച്ചറിനെ അത് ബാധിക്കാൻ തുടങ്ങും. അതിലുള്ള കഫെയിൻ പോലെയുള്ളൊക്കെ കണ്ടൻറ്റുകൾ ഇതിനെ വളരെയധികം താറുമാറാക്കുന്ന കാര്യങ്ങളാണ്. ഈ ചില പേഷ്യൻസിൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, അത് നോർമൽ പാൽ ചായ അതുപോലെ തന്നെ പാൽ കാപ്പി അത് മാറ്റിയിട്ട് ഞാൻ കട്ടൻ ചായയും കട്ടൻ കാപ്പി ആക്കിക്കോട്ടെ എന്നുള്ളത് ചോദിക്കും. അത് ഇപ്പോൾ വെയിറ്റ് ലോസോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രീൻ ടീ, ബ്ലാക്ക് ടീ, ബ്ലാക്ക് കോഫി, അതായത് കട്ടൻ ചായ, കട്ടൻ കാപ്പി ഇതൊക്കെ കഴിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല, മധുരം ഇടാതെ. പക്ഷേ മധുരം ഇട്ട് പാലും കൂടെ മിക്സ് ചെയ്തിട്ട് വരുന്ന സമയത്ത് ഇതിനൊരു ടോക്സിക് എഫക്റ്റാണ് നമ്മളെ ബോഡിയിൽ അത് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് പലപ്പോഴും നമ്മുടെ വയറിലുള്ള ബുദ്ധിമുട്ടുകൾ കൂട്ടുകയാണ് ചെയ്യുക. ഈവൻ ബാക്ടീരിയൽ കൾച്ചർ ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ വയറിലുള്ള pH, നമ്മുടെ സ്റ്റൊമക്കിൻ്റെ pHനെ അത് ബാധിക്കും. അതുപോലെ തന്നെ പലപ്പോഴും ഇത് ഒരു നമ്മുടെ ഒരു ലേസിനെസ് അല്ലെങ്കിൽ ഒരു മടിയൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഉന്മേഷത്തിന് വേണ്ടിയിട്ട് കുടിക്കുന്ന ഈ ചായയും കാപ്പിയും പലപ്പോഴും അത് നേരെ റിവേഴ്സ് എഫക്റ്റാണ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളെ ബോഡിക്ക് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ മാക്സിമം ഇത് ഒഴിവാക്കുക. പിന്നെ ചായ കാപ്പി എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സ്നാക്കിംഗ് എന്നുള്ളതും ഇന്നൊരു ഒരു സ്റ്റൈലായി മാറിയിട്ടുണ്ട്. വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങാൻ, ഞാൻ ഈ അടുത്ത് സർവമായ എന്നുള്ള സിനിമയിൽ ഒരു ക്ലിപ്പ് കണ്ടു, ഒന്ന് പുറത്തിറങ്ങാനാണ്, ഒന്ന് ഇറങ്ങിക്കോന്ന് പറയും. അപ്പോൾ പൈസ വേണമെന്ന് പറയും, അപ്പോൾ എന്തിനാ ചായ കുടിക്കാനാണെന്ന് പറയണ പോലെ. അപ്പോൾ അതുപോലെയാണ് ഈ സ്നാക്കിങ്ങും ഇന്നൊരു യങ്സ്റ്റേഴ്സിലൊരു ട്രെൻഡായി മാറുന്നുണ്ട്. അപ്പോൾ അതും മാക്സിമം ഒഴിവാക്കുന്നതാണ്. നമ്മൾ ഈ വറുത്ത അത് ഇപ്പോൾ കട്ട്ലറ്റ്, സമൂസ അങ്ങനത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇതിലൊക്കെ ഓയിലാണ് കൂടുതലായിട്ട് ഉള്ളത്. അപ്പോൾ ഇത്തരം ഓയിൽ കണ്ടൻറ്റ് നമ്മളെ ബോഡിയിൽ എത്തുമ്പോൾ എല്ലാം അത്ര ഹെൽത്തി അല്ല. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ വീണ്ടും അതിലോട്ട് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതെല്ലാം മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്.
അതെ, അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്നല്ല. ഇപ്പോൾ സ്ഥിരമായിട്ട് അങ്ങനെ കഴിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ചില ആളുകളൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ അത് കൺട്രോൾ ആക്കുന്ന ആളുകളുണ്ട്. വീക്കിലി വൺസോ അല്ലെങ്കിൽ 2 വീക്ക് കൂടുമ്പോൾ ഒക്കെ ഇങ്ങനെ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ചില ആളുകൾ ഡെയിലി ചായ, എണ്ണ പലഹാരങ്ങളൊക്കെ കഴിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളാണ് ശ്രദ്ധിക്കുന്നത്. പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്നല്ല പറയുന്നത്. എല്ലാ ഫുഡും കഴിക്കണം. പക്ഷേ നമ്മൾ ഇത്തരം നമ്മുടെ കുടലിലൊക്കെ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉള്ള ആളുകൾ അത് കൺട്രോൾ ആക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ നമ്മൾ തന്നെ അതിനൊരു കൺട്രോൾ വെക്കുക. വീക്കിലി ആയിട്ടോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒക്കെ കഴിക്കുക എന്നുള്ള രീതിയിലാക്കുക. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചായയും കാപ്പിയും കൂടുതൽ കുടിക്കുന്ന സമയത്ത് ഇതിൽ ഇപ്പോൾ ഈ രാത്രിയൊക്കെ വർക്കിംഗ് സ്റ്റൈൽ വരുന്ന ആൾക്കാർക്ക് ഇവർ രാത്രിയൊക്കെ ഈ ചായയും കാപ്പിയും കുടിക്കുന്നതിലൂടെ ഈ കഫെയിൻ എന്നുള്ള കണ്ടന്റ് നമ്മളെ ബോഡിയിലോട്ട് കൂടുതലായിട്ട് എത്തുകയാണ്. അത് എത്തുന്നത് വഴി പിന്നീട് അവർക്ക് ഈ സ്ലീപ്പ് ഡിസ്റ്റർബ് ആവാൻ തുടങ്ങും. സ്ലീപ്പ് ഡിസ്റ്റർബ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഗട്ടിൻ്റെ പ്രവർത്തനങ്ങളെ അത് ബാധിക്കും. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ നമ്മുടെ ഗട്ടും ബ്രെയിനും, തലച്ചോറും കുടലും തമ്മിലുള്ള ഈ ഒരു റിലേഷൻ അവിടെ ഇംബാലൻസ് ആവാൻ തുടങ്ങും. അത് വീണ്ടും ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകളും നമുക്ക് ഈ ബ്രെയിൻ ഫോഗ് അല്ലെങ്കിൽ ഒരു ഉന്മേഷക്കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണങ്ങളിലൊന്നും ഇത് തന്നെയാണ്. എൻ്റെ ഒരു ഫ്രണ്ടിന് ഇതേപോലെ മുഖത്ത് ഒരുപാട് കുരുക്കൾ ഉണ്ടായിട്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ആദ്യം അവർ ഒരുപാട് കാര്യങ്ങൾ നോക്കി. പിന്നീട് ഡോക്ടർ അവർക്ക് സജസ്റ്റ് ചെയ്തത് നല്ല ഫുഡുകൾ കഴിക്കാനൊക്കെയാണ്. അപ്പോൾ ഇതും മുഖക്കുരുവൊക്കെ തമ്മിൽ അല്ലെങ്കിൽ സ്കിന്നുമായി തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മുടെ ഗട്ടിന്, നമ്മുടെ കുടലിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സ്കിന്നിനെ പെട്ടെന്ന് കാണിക്കും, അത് സ്കിന്നിൽ കാണിക്കും അത്. അപ്പോൾ നമുക്ക് ഗട്ടിൽ ഇംബാലൻസ് വരും. അപ്പോൾ ചീത്ത ബാക്ടീരിയയും നല്ല ബാക്ടീരിയ കുറയുക, അതുപോലെ ചീത്ത ബാക്ടീരിയ കൂടുതലാവുക. അതല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഷുഗറൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ നല്ല ബാക്ടീരിയ നശിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയും. നമ്മൾ ഗട്ടിലാണ് നമ്മൾ കൂടുതൽ 90% ഇമ്മ്യൂണിറ്റി നമുക്ക് ഉണ്ടാക്കുന്നത് നമ്മുടെ കുടലിലാണ്. അപ്പോൾ നമ്മൾ കുടലിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ നമ്മൾ ഇമ്മ്യൂണിറ്റി കുറയും. അപ്പോൾ ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ പ്രതിരോധശേഷി കുറയുമ്പോൾ പെട്ടെന്ന് നമ്മളെ ബോഡിയിൽ ഇൻഫെക്ഷൻ വരാനും അത് നീർക്കെട്ട് പോലെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കും. അപ്പം ഇങ്ങനെ നമ്മൾ കുടലിൽ ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരുമ്പോൾ അത് സ്കിന്നിലോട്ടും ഈ ബുദ്ധിമുട്ട് കാണിക്കാം. ഡാർക്ക് സ്പോട്ട്സ് ആയിട്ട്, അതായത് ഇങ്ങനെ ഡാർക്ക് സർക്കിൾസ് ആയിട്ട് കണ്ണിന് ചുറ്റും കാണാം. അതുപോലെ പിമ്പിൾസ്, ഇടയ്ക്കിടയ്ക്കായിട്ട് പിമ്പിൾസ് വരുന്നത്, അതുപോലെ സ്കിന്നിൽ ചൊറിച്ചിൽ കാര്യങ്ങൾ, അലർജി പോലെയുള്ള എക്സിമ പോലെയുള്ള കരപ്പൻ എന്ന് പറയും, എക്സിമ പോലെയുള്ള അലർജി ചൊറിച്ചിലൊക്കെ ഇങ്ങനെ സ്കിന്നിൽ കാണിക്കാറുണ്ട്. അപ്പോൾ അതിന് ഇപ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഈ അലർജിയും അതുപോലെ തന്നെ കുടലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എനിക്ക് സ്ഥിരമായിട്ട് തുമ്മൽ അലർജിയാണ് ഉള്ളത് പറയാറുണ്ട്. അപ്പോൾ ഈ അലർജിയും അതുപോലെ തന്നെ കുടലും തമ്മിലും ബന്ധമുണ്ട്. കുടലിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്ന ആളുകൾക്ക് ഇതുപോലെ അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം. അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി, നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയുന്നതാണ്. അപ്പോൾ രോഗപ്രതിരോധ ശേഷി കുറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ബോഡി ഭയങ്കര സെൻസിറ്റീവ് ആവും. അപ്പോൾ നമുക്കൊരു പൊടി തട്ടിയാലോ അതല്ലെങ്കിൽ ഒരു തണുപ്പൊക്കെ വരുമ്പോഴേക്കും പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നതൊക്കെ അതുകൊണ്ടാണ്. അപ്പോൾ അത് നമ്മുടെ അലർജി പോലെയുള്ള സിംറ്റംസ് കാണിക്കുന്ന കൂടെ തന്നെ സ്കിന്നിലും ഇതുപോലെ പിമ്പിൾസ് കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവരോട് പിമ്പിൾസിന് മറ്റിപ്പോൾ നമുക്ക് കുറേ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, ക്രീമും പല കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺലൈനൊക്കെ പല പ്രോഡക്റ്റുകളൊക്കെ ഓർഡർ ചെയ്തിട്ട് പലരും യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ പിമ്പിൾസിന് ചിലപ്പോൾ കാരണം ഇതായിരിക്കാം. അപ്പോൾ അവരോട് നമ്മൾ ഇപ്പോൾ ഒ പിയിലൊക്കെ പേഷ്യൻസ് വരുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, എന്തെങ്കിലും വയറിന് ഇഷ്യൂസ് ഉണ്ടോ, അസിഡിറ്റി പ്രശ്നങ്ങളുണ്ടോ, വയറ് ഗ്യാസിൻ്റെ ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാരണം കൊണ്ടാണ് അത് വരുന്നതെങ്കിൽ അത് മാറ്റിയെടുത്താൽ മാത്രമേ ആ പിമ്പിൾസ് മാറുള്ളൂ. നമ്മൾ ആ റൂട്ടാണ് ഹീൽ ചെയ്യേണ്ടത്. അല്ലാണ്ട് വെറുതെ നമ്മൾ പുറമേ കുറേ ഇത് അപ്ലൈ ചെയ്തിട്ട് കാര്യമല്ല. അപ്പോൾ നമ്മൾ ഗട്ടിൻ്റെ ഉള്ളതിന് വേണ്ടിയിട്ട് അതിനുള്ള അനുസരിച്ചിട്ടുള്ള നല്ല ഫുഡുകൾ, നമ്മൾ നല്ല ബാക്ടീരിയ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രോബയോട്ടിക്കൊക്കെ കഴിക്കാം. നമുക്കറിയാം പഴങ്കഞ്ഞിയൊക്കെ പ്രോബയോട്ടിക്കിന് നല്ലതാണ്. അതുപോലെ തൈര്, മോരൊക്കെ പ്രോബയോട്ടിക്കാണ്. ഇങ്ങനെ പുളിപ്പിച്ച സാധനങ്ങളൊക്കെ പ്രോബയോട്ടിക് ആണ്. അപ്പോൾ ഈ പ്രോബയോട്ടിക് ആയിട്ടുള്ള ഫുഡുകൾ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കുടലിൽ നല്ല ബാക്ടീരിയ വരാനും ഇതുപോലെയുള്ള പിമ്പിൾസ്, ഡാർക്ക് സ്പോട്ട്സ് അങ്ങനെയുള്ള ഇഷ്യൂസ് സ്കിന്നിലുള്ളവർക്ക് അതൊക്കെ മാറ്റിയെടുക്കാനും പറ്റും. സ്കിന്ന് പറഞ്ഞപ്പോഴാണ് ഈവൻ ഹെയർ ഫോളും പലർക്കും അറിയില്ല. എല്ലാവരും ഷാമ്പൂ അതുപോലെ തന്നെ താരനാണെന്ന് പറഞ്ഞിട്ട് ഷാമ്പൂ ഉപയോഗിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീമുകൾ അപ്ലൈ ചെയ്യും. ഒക്കെ ഒരു താൽക്കാലികമായിട്ടുള്ള മാറ്റം മാത്രമേ അവർക്ക് ഉണ്ടാവാറുള്ളൂ. പക്ഷേ അതിൻ്റെയും ഈ റൂട്ട് കോസ് എന്ന് പറഞ്ഞത് ഈ വയറിൻ്റെ ബുദ്ധിമുട്ടുകളാണ്. ഡോക്ടർ പറഞ്ഞ താരൻ്റെ ഇഷ്യൂ വരുന്ന സമയത്തും ഈ സെയിം ഇത് തന്നെയാണ്, ഗട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് നമുക്ക് പലപ്പോഴും ഈ താരനൊക്കെ ആയിട്ട് തലയിലും കാണിക്കാറുള്ളത്. ഈ വയറ് ഇംബാലൻസ് ആവുന്ന സമയത്ത് പല ന്യൂട്രീഷൻ കാര്യങ്ങളും ഇതൊന്ന് വലിച്ചെടുക്കാൻ ബുദ്ധിമുട്ട് വരും. അതിനെ തുടർന്നിട്ട് നമുക്ക് ഹെയർ ഫോൾ വരാം, നേരത്തെ മുടിയായിട്ട് പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്ന കണ്ടീഷൻ, പ്രീമച്വർ ഗ്രേയിങ്, ഇതെല്ലാം ഈ ഗട്ടിൻ്റെയും കൂടെ റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. ചില ആളുകൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കും,
പക്ഷെ അവരിൽ ശരിയായ അബ്സോർപ്ഷൻ നടക്കുന്നില്ല, വൈറ്റമിൻസ് ഒന്നും ശരിയായിട്ട് കയറുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ശരിയായിട്ടുള്ള അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? അത് ഒന്നാമത്തെ ഒരു കാരണം മേ ബി വരുന്നുണ്ടായിരിക്കും അവരുടെ ഗട്ടിലുള്ള ബാക്ടീരിയൽ കൾച്ചർ പ്രോപ്പർ അല്ലാത്തതുകൊണ്ടായിരിക്കാം. അതായത് ചീത്ത ബാക്ടീരിയയുടെ എണ്ണം ആയിരിക്കും മേ ബി കൂടുതലുണ്ടായിരിക്കുക. അപ്പോൾ അവിടെ അബ്സോർപ്ഷൻ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടായിരിക്കില്ല. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട് നമ്മൾ ഭക്ഷണം എത്ര കഴിച്ചു കഴിഞ്ഞാലും അവർക്ക് ബോഡിയിലോട്ട് പിടിക്കുന്നില്ല എന്നുള്ളത്. അതിൻ്റെ ഒരു രണ്ടാമത്തെ കാരണം എന്നുള്ളത് മെറ്റബോളിക് റേറ്റ് ആണ്. അതായത് BMI നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ചിലർക്ക് അത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരിക്കില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം മെറ്റബോളിക് റേറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. അതായത് ചിലർക്ക് മെറ്റബോളിസം കൂടുതലായിരിക്കും, പെട്ടെന്ന് ദഹനം നടക്കും. അതുപോലെ തന്നെ അവരെല്ലാതും കുറച്ച് ഫാസ്റ്റായിരിക്കും. ഈവൻ ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ആവുന്നതും എല്ലാതും കൂടുതലായിരിക്കും. അപ്പോൾ അവർക്ക് അതിനനുസരിച്ചിട്ട് ഭക്ഷണം ഉള്ളിലേക്ക് എത്തുക തന്നെ വേണം. എന്നാൽ തന്നെയുള്ളൂ അവർക്കത് ബോഡിയിൽ പിടിച്ചു എന്നുള്ളത് തോന്നുന്നുണ്ടായിരിക്കുള്ളൂ. പക്ഷേ ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മെറ്റബോളിക് റേറ്റ് കുറവായിരിക്കും. അപ്പോൾ അവർക്ക് കുറച്ച് ഭക്ഷണം കഴിച്ചാൽ തന്നെ അത് ഇനഫായിട്ട് തോന്നുകയും ചെയ്യും. അതാണ് രണ്ടാമത്തെ ഒരു റീസൺ ആയിട്ട് തോന്നുന്നത്. ഈവൻ ഇപ്പോൾ നമുക്ക് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഒക്കെയാണ് കാരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മുടെ ബാക്ടീരിയൽ കൾച്ചർ പ്രോപ്പർ അല്ലാത്തത് കൊണ്ട് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ ഒന്നുമുണ്ട്. ഇപ്പം നമ്മൾ പ്രോട്ടീൻ കഴിക്കുന്ന സമയത്ത് ഇപ്പോൾ വൈറ്റമിൻ സിയും കൂടെ കൂടുതൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പ്രോട്ടീൻ്റെ ഇൻടേക്ക് കുറച്ചുകൂടെ ഒന്ന് കൂടും. അതുപോലെ തന്നെയാണ് കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കുറച്ച് നന്നായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നന്നായിട്ടത് ബോഡിയിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി കൂടെ നന്നായിട്ട് നമ്മുടെ ബോഡിയിൽ വേണം. അപ്പോൾ ഇതും ഇങ്ങനെയുണ്ട് കുറേ കാര്യങ്ങൾ. ഇത് വൈറ്റമിൻ ഡി ഇപ്പോൾ ചിലർ വരാറുണ്ട്, സൂര്യപ്രകാശമൊക്കെ നല്ലോണം കൊള്ളുന്നുണ്ട്, വെയിലൊക്കെ എപ്പോഴും കൊള്ളുന്ന ആളാണ്, പക്ഷേ വൈറ്റമിൻ ഡി ഇന്നലും കുറവുള്ള ആളുകളുണ്ട്. അപ്പോൾ ഈ വൈറ്റമിൻ ഡി കുറയുന്നത് ചിലപ്പോൾ അവർക്ക് കാൽസ്യം ബോഡിയിലുണ്ടെങ്കിലും അത് കാൽസ്യം കറക്റ്റായിട്ട് അബ്സോർപ്ഷൻ നടന്നിട്ടില്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ അബ്സോർപ്ഷനും നടക്കില്ല. നമുക്ക് വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർവ് ചെയ്യണമെങ്കിൽ അവിടെ കാൽസ്യം വേണം. അപ്പോൾ നമ്മൾ അതിങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻ ഉള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബോഡിയിൽ കറക്റ്റായിട്ട് വേണ്ട ന്യൂട്രീഷൻ കാര്യങ്ങൾ എത്താൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ എന്ത് ഭക്ഷണം കഴിച്ചാലും ഇങ്ങനെ മെലിഞ്ഞു പോവുകയാണ്, എത്ര ഭക്ഷണം കഴിച്ചിട്ടും ബോഡി ശരിയാവുന്നില്ല എന്ന് പറയുന്നവർ, അപ്പോൾ നമ്മൾ ഗട്ടിനെ നമ്മൾ കുടലിന് ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഫുഡുകൾ നന്നായിട്ട് കഴിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പ്രോബയോട്ടിക് കഴിക്കാം, അതുപോലെ വൈറ്റമിൻസ് ഒക്കെ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ട് ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ, അപ്പോൾ ഫൈബേഴ്സ് കൂടുതൽ അടങ്ങിയ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് കുടലിൻ്റെ ചലനശേഷിനെ കൂടും. അപ്പോൾ ചലനശേഷി കൂടുമ്പോൾ ദഹനമൊക്കെ കറക്റ്റ് നടക്കും. അപ്പോൾ ദഹനം നടക്കുമ്പോൾ തന്നെ നമുക്ക് അബ്സോർപ്ഷൻ നടന്നു കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് കഴിച്ച ഭക്ഷണം നമ്മളെ ബോഡിയിൽ കാണിക്കും. ഇത് പല ആളുകളും പറയുന്ന ഒരു പരാതിയാണ്, കഴിച്ച ഭക്ഷണം കാണുന്നില്ല, മെലിഞ്ഞു പോവുകയാണെന്നുള്ളത് പറയാറുണ്ട്. അപ്പോൾ അതങ്ങനെ ചെയ്താൽ മതി. ഡോക്ടറെ, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കുടലിന് ഹെൽപ്ഫുള്ളാണോ? തീർച്ചയായിട്ടും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഇന്നിപ്പോൾ ഒരുപാട് പേര് ചെയ്യുന്നതാണ്. ഡയറ്റിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് തടി കുറക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ അത് കുടലിന് അത് നല്ലതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് അത് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ഗട്ടിലുള്ള സെൽസുകൾ, ഇപ്പോൾ പഴയ അതുപോലെ അൺഹെൽത്തി ആയിട്ടുള്ള സെൽസുകളൊക്കെ നശിക്കും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് സമയത്ത്. അതുപോലെ തന്നെ ഫാസ്റ്റിങ്ങിന് സമയത്ത് ചീത്ത ബാക്ടീരിയ ഒക്കെ നശിക്കും, അതുപോലെ നല്ല ബാക്ടീരിയ കൂടുതലായിട്ട് ഉണ്ടാകും. അപ്പോൾ ദഹനം കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നല്ലതാണെന്ന് പറയുന്നത്. പക്ഷേ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്യാസ്ട്രിക് അൾസറൊക്കെ എൻഡോസ്കോപ്പിയിൽ റിപ്പോർട്ട് ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. അത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്നുള്ളതല്ല, നോമ്പെടുക്കുമ്പോൾ വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. പലപ്പോഴും അവരുടെ ഒരു വിശ്വാസം കാരണം അവരെടുത്ത് പോകും. പക്ഷേ പലപ്പോഴും ഇതിൽ ഈ ആസിഡിൻ്റെ ഉൽപ്പാദനം കൂടുമ്പോൾ അവർക്ക് വയറിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൂടുക ചെയ്യാറുള്ളത്. ഈ ഇടയ്ക്ക് ഇപ്പോൾ എനിക്കൊരു പേഷ്യൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആൾ വെയിറ്റ് ലോസ് പ്ലാൻ ചെയ്തിട്ടാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് പിന്നീട് വയറിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കി. അത് നോർമലി ആദ്യം ഒരു എരിത്തിമ, അതായത് ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ആയിട്ടായിരുന്നു എൻഡോസ്കോപ്പിയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ പെട്ടെന്നാണ് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് പിന്നീട് അതൊരു ഗ്യാസ്ട്രിക് അൾസർ എന്നുള്ള കണ്ടീഷനിലേക്ക് വരെ എത്തി. ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെല്ലെ സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം ഒരു വീക്കിലി വൺസൊക്കെ എടുത്തിട്ട് മെല്ലെ സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വീക്കിലി ട്വൈസ് എടുക്കുക. ഒരു 3 ടൈംസൊക്കെ ആഴ്ചയിൽ
എടുത്തതിന് ശേഷം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അത് തന്നെ ഒരുപാട് കാലം കണ്ടിന്യൂസ് ചെയ്യുമ്പോഴും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതെപ്പോഴും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ് എൻ്റെ ബോഡി എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അത് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒന്ന്. അതുപോലെ തന്നെ ഇപ്പോൾ ഫാസ്റ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്കറിയാം ഈ റമദാൻ നോമ്പ് കാലം വരികയാണ്. അപ്പോൾ ഈ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് തന്നെയാണ്. നമുക്ക് എൻഡോസ്കോപ്പിക്ക് എടുത്തിട്ട് അൾസർ ആണെന്നുള്ളത് നമുക്ക് ഉറപ്പാക്കിയിട്ടുള്ള കേസുകളൊക്കെ ആകുമ്പോൾ പരമാവധി നമ്മൾ ഫാസ്റ്റിംഗ് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം അത് പിന്നീട് കൂടുതൽ ഈ ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത് ആസിഡിറ്റി കൂടുതലായിട്ട് വരും. ഇപ്പോൾ ഈ ആസിഡിറ്റി കൂടുന്നതിനനുസരിച്ച് അൾസർ പിന്നീട് വേറെ സ്റ്റേജിലോട്ടൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം കുറേ കാലം നമ്മൾ മെഡിസിനൊന്നും എടുക്കാതെ അതല്ലെങ്കിൽ ഫുഡൊന്നും കൺട്രോൾ ആക്കാതെ ഇതുപോലെ അസിഡിറ്റി ഒക്കെ കൂടുതലായി കഴിഞ്ഞാലാണ് ഈ പുണ്ണൊക്കെ അൾസറായിട്ട് മാറുന്നതും അൾസർ പിന്നീട് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിലേക്കൊക്കെ നയിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ ഇപ്പോൾ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള അസുഖമുള്ള ആളുകളാണെങ്കിൽ അത് ഓരോ ദിവസം ഇടവിട്ടിട്ടോ അല്ലെങ്കിൽ 2 ദിവസം ഇടവിട്ടിട്ടൊക്കെ ഫാസ്റ്റിംഗ് എടുക്കുക. പിന്നെ അതുപോലെ നമുക്ക് അൾസറുള്ള ആളുകളാണെങ്കിൽ ഇപ്പോൾ മുൻകൂട്ടി തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് ചികിത്സ എടുത്ത് മാറിയതാണെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് എടുക്കാം, ഫാസ്റ്റിംഗ് എടുക്കുന്നതിന് പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഇപ്പോഴും അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ ഫാസ്റ്റിംഗ് നാം പറഞ്ഞ പോലെ ഇടയ്ക്കൊക്കെ ആയിട്ടൊന്ന് കുറക്കുന്നതാണ് നല്ലത്. ഡോക്ടറെ, ഇപ്പോൾ പല ആളുകളും മലം പോകാൻ വേണ്ടിയിട്ട് പല മെഡിസിൻസും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് നല്ലതാണോ ശരിക്കും? ഈ ഇടയായിട്ട് വന്ന ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ആൾക്ക് ഒരു 36 ഒക്കെയാണ് ഏജ് വരുന്നത്, മെയിലാണ്. ആളുടെ ജോലി കുറച്ച് രാവിലെ നേരത്തെ ഇറങ്ങേണ്ട ജോലിയാണ്. ഒരു 6 മണി 6:30 ആകുമ്പോഴത്തേക്ക് ആൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ ടോയ്ലറ്റിൽ പോയിട്ട് അധിക നേരം ആൾക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ക്ഷമയുമില്ല, സമയമില്ല. അപ്പോൾ ആൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും വൈകുന്നേരം മോഷൻ പോകാനുള്ള ലാക്സേറ്റീവുകൾ എടുക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യമൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, അത് പ്രശ്നമില്ല, സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ടാണ് ആൾ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വൈകുന്നേരം കഴിക്കും, രാവിലെ വേഗം ടോയ്ലറ്റിൽ പോവും. അങ്ങനെ എനിക്ക് തോന്നുന്നത് ഒരു 1-2 വർഷം എങ്ങാണ്ട് അയാൾ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ വന്ന സമയത്ത് പിന്നീട് ആൾക്ക് ഇത് എടുക്കാതെ മോഷൻ പോവാത്ത സിറ്റുവേഷൻ ഉണ്ടാവാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് ബ്രെയിൻ ഫോഗ്, തലയ്ക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ തലയ്ക്കൊരു കനം കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ ഒരിക്കലും ഒരു യങ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ മോഷൻ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് എന്താണ് കാരണം എന്നുള്ളത് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള ഫൈബർ കണ്ടൻറ്റുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ട് അത് റെഗുലേറ്റ് ചെയ്യുക. അതല്ലാതെ പോകുന്നില്ല അല്ലെങ്കിൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തുടർച്ചയായിട്ട് ഒരിക്കലും ലാക്സേറ്റീവുകൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കരുത്. അത് എടുക്കാം, എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 70+ അല്ലെങ്കിൽ ഒരു 80 ഒക്കെ അടുപ്പിച്ച് വരുന്ന ആൾക്കാർക്ക് പ്രായമാകുമ്പോൾ നമുക്ക് കുടലിൻ്റെയൊക്കെ ചലനങ്ങൾ പതിയെ കുറയാൻ തുടങ്ങും. അത്തരം ആൾക്കാർക്ക് ടോയ്ലറ്റ് പോകാൻ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് ഒക്കെ കൊടുക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കഴിക്കുന്നത് കൊണ്ടോ വലിയ കുഴപ്പമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യം വെച്ച് ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് ലാക്സേറ്റീവുകൾ എടുക്കരുത്. എടുക്കുന്നത് ശരീരത്തിന് ദോഷകരമായിട്ട് മാത്രമാണ് ബാധിക്കുക. അപ്പോൾ ശരിയായ രീതിയിൽ മലം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? പല പേഷ്യൻസ് ഒ പിയിൽ വന്നിട്ട് പറയാറുള്ളതാണ് ഈ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം എന്ന് പറയുന്നത്. പലരും പറയും ഡോക്ടർ ഒരുപാട് നാരുകൾ അടങ്ങിയ ഫുഡുകളാണ് സ്ഥിരമായിട്ട് കഴിക്കുന്നത്, പച്ചക്കറികൾ തന്നെയാണ് കഴിക്കുന്നത്, ഇറച്ചി മീനൊക്കെ കഴിച്ചിട്ട് വർഷങ്ങളായി മാസങ്ങളായി എന്നൊക്കെ പറയാറുണ്ട്. എന്നിട്ടും ഈ മലബന്ധം ശരിയാവുന്നില്ല, മലം കറക്റ്റ് പോകുന്നില്ല, കുടലിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണെന്നുള്ളത് പറയാറുണ്ട്. അപ്പോൾ അതിനൊരു കാരണം എന്ന് പറയുന്നത് ഈ മലബന്ധം എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ചിലപ്പോൾ നാരുകളുടെ കുറവ് കൊണ്ടാവില്ല. നമുക്ക് നാരുകളുടെ കുറവ് കാരണമാണെങ്കിൽ ഫൈബർ കുറവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഫൈബർ കഴിച്ചാൽ മലബന്ധം ക്ലിയർ ആവുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് നാരിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ചികിത്സയാണ് എടുക്കേണ്ടത്. ഇപ്പോൾ മലബന്ധം നമുക്കറിയാം പല കാരണങ്ങൾ കൊണ്ട് വരാം. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ചലനശേഷി കുറവുള്ളത്, കുടലിൻ്റെ ചലനശേഷി കുറഞ്ഞിട്ട് വരാം. അത് കൂടുതലും ഈ പ്രായമുള്ള ആളുകളിൽ വരാം. പിന്നെ കൂടുതൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളിൽ ചലനശേഷി കുറഞ്ഞിട്ട് അങ്ങനെ വരാറുണ്ട്. കൂടുതൽ വ്യായാമമൊന്നും ഇല്ലാത്ത ആളുകൾ. അപ്പം അങ്ങനെയുള്ള ആളുകൾ വ്യായാമമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി ഒരു നടത്തമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവരുടെ കോൺസ്റ്റിപ്പേഷൻ ക്ലിയർ ആവുന്നുണ്ടാവും. അപ്പോൾ അതിന് കുറേ നമ്മൾ നാരുകളടങ്ങിയ ഫുഡുകൾ അപ്പോൾ കഴിച്ചിട്ട് കാര്യമില്ല. നമ്മൾ വ്യായാമം ചെയ്യേണ്ടിടത്ത് വ്യായാമം ചെയ്യുക തന്നെ വേണം. പിന്നെ നമുക്ക് മലം കെട്ടിക്കിടക്കാനൊരു കാരണം പറയുന്നത് നമുക്ക് പൈൽസ് പോലെയുള്ള അസുഖങ്ങളാവാം. പൈൽസ്, ഫിഷർ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ മലബന്ധം വരാറുണ്ട്. നമുക്കറിയാം പൈൽസ് എന്ന് പറയുന്നത് മലദ്വാരത്തിൻ്റെ ഭാഗത്ത് നരമ്പുകൾ വീർത്തിരിക്കുകയാണ്. അങ്ങനെ വീർത്തിരിക്കുമ്പോൾ നമുക്ക് അവിടെ രക്തോട്ടം കുറയും, ഇതുപോലെ മലം കെട്ടിക്കിടക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ എന്നുള്ളതും കൂടി ഇതിൻ്റെ
കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ മലബന്ധം മാത്രമല്ല, മലം പോയി കഴിഞ്ഞാൽ വേദനയുണ്ട്, ബ്ലീഡിങ് ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളൊരു കൊളനോസ്കോപ്പി ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഉള്ളിൽ കുഴലിറക്കിയിട്ടുള്ള ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് പൈൽസ് ഉണ്ടോ അല്ലെങ്കിൽ ഫിഷർ ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സിംറ്റംസ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ചികിത്സ എടുക്കുക. അപ്പോൾ അതെടുക്കുമ്പോൾ തന്നെ നമുക്ക് മലബന്ധം പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാം. പിന്നെ മലബന്ധം നമുക്ക് തൈറോയിഡ് പോലെയുള്ള അസുഖങ്ങളിലും വരാം. ഇപ്പോൾ തൈറോയിഡ്, ഇപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം കേസിലൊക്കെ നമുക്കറിയാം മെറ്റബോളിസം കുറയും. അപ്പോൾ മെറ്റബോളിസം കുറയുമ്പോൾ നമ്മൾ കുടലിൻ്റെ ചലനശേഷി കുറയും, ഇങ്ങനെ മലബന്ധം വരാറുണ്ട്. അപ്പോൾ ഈ തൈറോയിഡ് രോഗികളിലൊക്കെ ആണെങ്കിൽ അതുകൊണ്ടുള്ള മലബന്ധമാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ചികിത്സയാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചാൽ പോരാ, അതിൻ്റെ കൂടെ നമ്മൾ തൈറോയിഡിനുള്ള ചികിത്സയും കൂടെ എടുക്കണം. അപ്പോൾ പലപ്പോഴും പേഷ്യൻസ് ഇങ്ങനെ ഒ പിയിൽ ഈ മലബന്ധത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, അപ്പോൾ എന്താണ് നിങ്ങളെ ബുദ്ധിമുട്ടെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ചികിത്സയാണ് നമ്മൾ തരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ എന്താണ് കാരണം നോക്കിയിട്ട് അത് ക്ലിയർ ചെയ്താൽ തന്നെ നമുക്ക് മലബന്ധമൊക്കെ പൂർണ്ണമായിട്ട് തന്നെ മാറ്റും. പല ആളുകളും ഇപ്പോൾ മലബന്ധമൊക്കെ വരുമ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ലാക്സേറ്റീവ്സൊക്കെ മെഡിക്കൽ ഷോപ്പിൽ പോവുക, വാങ്ങിക്കുക, കഴിക്കുക എന്നുള്ളതാണ്. അത് ഫുഡ് ശ്രദ്ധിക്കില്ല, വ്യായാമം കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല, പിന്നെ വെള്ളത്തിൻ്റെ കുറവായിരിക്കാം, വെള്ളം കുടിക്കില്ല, അതൊന്നും നോക്കാതെ വെറുതെ ലാക്സേറ്റീവ്സ് വാങ്ങിച്ച് കഴിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ അത് ശ്രദ്ധിക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഫുഡിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഒപ്പം വ്യായാമം ചെയ്യണം, ഉറക്കം ശരിയാക്കണം, ടെൻഷൻ കുറക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാലാണ് ഈ മലബന്ധമാണെങ്കിലും അതുപോലെ വയറിൻ്റെ എന്ത് അസുഖങ്ങളാണെങ്കിലും നമുക്കത് ക്ലിയറായി വരുള്ളൂ. ഇപ്പോൾ വയറുമായിട്ട് ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്തെല്ലാം ടെസ്റ്റുകളാണ് പേഷ്യൻസിന് സജസ്റ്റ് ചെയ്യാറുള്ളത്? അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെയിനായിട്ടുള്ളത് എൻഡോസ്കോപ്പി തന്നെയാണ് ചെയ്തു നോക്കേണ്ടത്. അത് ആദ്യം തന്നെ നിർബന്ധമായിട്ട് ചെയ്യേണ്ടത് ആവശ്യമൊന്നുമില്ല. എന്താണ് എന്നുള്ളത് സിംറ്റംസ് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഏകദേശം നമുക്ക് ഡോക്ടേഴ്സിന് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് എടുക്കേണ്ടതായിട്ടുണ്ടോ, അതല്ല ഭക്ഷണം റെഗുലേറ്റ് ചെയ്താൽ മാത്രം മതിയോ, ചെറിയ മെഡിസിൻസിൽ തന്നെ ഇത് സോൾവ് ആവുമോ എന്നുള്ളത് ഫസ്റ്റ് തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. എന്നാൽ നമുക്കൊരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 50+ അല്ലെങ്കിൽ 55+ ഒക്കെ ആയിട്ട് ഈ ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകളായിട്ട് വരുന്ന പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് എൻഡോസ്കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടൊരു ക്യാൻസർ സാധ്യതകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററിയിൽ ഇതേപോലെ സ്റ്റൊമക്ക് ക്യാൻസറോ കുടലിൽ ക്യാൻസറുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്ന പാരമ്പര്യം ഉണ്ടെങ്കിലും ഇത്തരത്തിൽ നമ്മളൊന്ന് എൻഡോസ്കോപ്പി റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി തോന്നുക, അല്ലെങ്കിൽ ഛർദ്ദിക്കുന്ന സമയത്ത് ബ്ലഡിൻ്റെ കണ്ടൻറ്റുകൾ ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടാവുക, ഇങ്ങനെ ഉണ്ടാകുമ്പോഴും പലപ്പോഴും നമ്മളൊന്ന് എൻഡോസ്കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. അതുപോലെ പെട്ടെന്ന് ശരീരം മെലിയുന്ന പ്രകൃതം, ഇപ്പോൾ നമ്മൾ നോർമൽ CBC ടോട്ടൽ ഒന്ന് കൗണ്ട് നോക്കുന്ന സമയത്ത് അതിൽ HB വളരെ കുറഞ്ഞിരിക്കുക, അതിൻ്റെ കൂടെ തന്നെ ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകളും കൂടെ ഉണ്ടാകുന്ന സമയത്തൊക്കെ നമ്മൾ എൻഡോസ്കോപ്പി ഒന്ന് ചെയ്യാൻ പറയും. അതുകൂടാതെ തന്നെ നമുക്ക് H. പൈലോറിൻ്റെ ഇൻഫെക്ഷൻ ആണോ എന്നറിയാനും എൻഡോസ്കോപ്പി റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അതുകൂടാതെ വേറെ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. ഇപ്പോൾ യൂറിയ ബ്രെത്ത് ടെസ്റ്റ്, അതും ഇതുപോലെ H. പൈലോറിൻ്റെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് നോർമൽ കൗണ്ട് CBC ബ്ലഡ് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രക്തക്കുറവുണ്ട് എന്നുണ്ടെങ്കിലും ഇതുപോലെ വയറിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിൻ്റെ ഡെഫിഷ്യൻസി, പിന്നെ പല വൈറ്റമിൻ ഡെഫിഷ്യൻസിക്കും ഒക്കെ ഇതുപോലെ ചെയ്ത് നോക്കാൻ പറ്റാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ചെറുപ്പക്കാരിലാണെങ്കിലും അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്ക് ക്യാൻസറിന് വരുന്ന റിസ്ക് ഫാക്ടേഴ്സ്, അതായത് ഇപ്പോൾ പുകവലി ശീലമുള്ള ആളുകൾ, മദ്യപാനം സ്ഥിരമായിട്ടുള്ള ആളുകൾ, അതുപോലെ സ്ഥിരമായിട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ, വ്യായാമക്കുറവൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ, അങ്ങനെ അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആളുകളാണെങ്കിൽ, ഇപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ പുറത്തുനിന്ന് ഫുഡ് കഴിച്ച് ഇങ്ങനെ വയറിൻ്റെ അസിഡിറ്റി പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇപ്പോൾ ഒരു മാസം നമ്മൾ മെഡിസിൻ എടുത്തിട്ടും കുറയുന്നില്ലെങ്കിൽ നമ്മൾ എൻഡോസ്കോപ്പി എടുക്കാൻ പറയാറുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ ഗ്യാസ് ഇഷ്യൂസൊക്കെ ആണെങ്കിൽ ഡോക്ടർ പറഞ്ഞപ്പോൾ പോലെ നമുക്ക് അത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ അതിന് മെഡിസിൻ കഴിച്ചാൽ തന്നെ ഒരു മാസമൊക്കെ കഴിക്കുമ്പോൾ തന്നെ അത് ക്ലിയർ ആവുകയും ചെയ്യും. പക്ഷേ ഇത് നമുക്ക് ഒരു മാസം കഴിച്ചിട്ടൊന്നും മാറ്റം വരുന്നില്ല, കൂടുതൽ ബുദ്ധിമുട്ട് വരികയാണ്, ഇതുപോലെ വെയിറ്റ് ലോസ് വരിക, നമ്മുടെ ബ്ലഡ് കൗണ്ടിൽ ഇഷ്യൂസൊക്കെ വരുമ്പോൾ അപ്പോൾ നമ്മൾ എൻഡോസ്കോപ്പി എടുക്കുക. അത് ചെറുപ്പക്കാരിലാണെങ്കിൽ ഈ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ എടുക്കുന്നത് നല്ലതാണ്. കാരണം ഈ ക്യാൻസർ പോലെയുള്ള കുടലിലാണെങ്കിലും അതുപോലെ നമ്മുടെ ആമാശയത്തിലുള്ള ക്യാൻസർ വരുമ്പോഴും ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ തന്നെയാണ് ഫസ്റ്റ് കാണിക്കുക. പിന്നീടാണ് നമുക്കത് കൂടുതൽ വേദനയായിട്ട് മലത്തിൽ ബ്ലഡായിട്ടൊക്കെ കാണുന്നത്. ഫസ്റ്റ് ഇതുപോലെ നമ്മൾ ഗ്യാസിൻ്റെ സിംറ്റംസ് ആയിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്കത് നേരത്തെ നമ്മളത് കണ്ടുപിടിക്കുകയാണെങ്കിൽ അത്രയും നേരത്തെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഇഷ്യൂസ് കുറയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോയിട്ട് എൻഡോസ്കോപ്പി എടുക്കുക, അത് നിർബന്ധമായിട്ട് ചെയ്യുക. നമ്മൾ നേരത്തെ ഇത് കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്യാൻസർ എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് എത്താതെ നമുക്കിതിനെ തടയാൻ പറ്റും. അതല്ലേ ഡോക്ടർ? അതെ. നമ്മുടെ ശരീരത്തിൽ നമ്മളിൽ പലരും അവഗണിക്കുന്ന എന്നാൽ വളരെ പ്രധാനമുള്ള ഒരു അവയവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയങ്ങളോ കൺസൾട്ടേഷനോ ആവശ്യമുണ്ടെങ്കിൽ
താഴെ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. എന്നോടൊപ്പം സംസാരിച്ചത് ഡോക്ടർ സെമിയ നിസാർ, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, കോഴിക്കോട് നടക്കാവ്. അതോടൊപ്പം ഡോക്ടർ ശ്രേയ എസ് മാധവൻ, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. നന്ദി ഡോക്ടേഴ്സ്.